എൻ്റെ മക്കളോട് അവസാനമായി ഈശോയ്ക്ക് പറയാനുള്ളത്, എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മ തോന്നിക്കുന്നത്, നിങ്ങൾ ഒരു കാരണവശാലും ആത്മീയ കാര്യങ്ങൾക്ക് അലംഭാവം കാണിക്കരുത്. അലംഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിനകത്ത് വരുന്നൊരു വിഷയം, ഇപ്പം നമ്മളൊരു പ്രാർത്ഥന, ഇപ്പം നിങ്ങൾ ഞായറാഴ്ച ദേവാലയത്തിൽ പോകുന്നത്, അപ്പോൾ നിങ്ങൾ ഇന്ന് എനിക്ക് പാടില്ല എന്നാൽ അടുത്ത ഞായറാഴ്ച പോകാം. പിന്നെ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, വെളുപ്പിനെ ചെല്ലാം, അല്ലെങ്കിൽ പിന്നീട് മേക്കപ്പ് ചെയ്യാം, ഇങ്ങനെ കഴുകിയേല എന്ന് പറയത്തില്ലേ. ഇങ്ങനെ പറയുമ്പോൾ ഇത് നമ്മുടെ ഉടമ്പടിയുമായിട്ട് ഒരിക്കലും ടാലിയായി പോകത്തില്ല. അതായത് നിങ്ങൾക്ക്, അതായത് ഇപ്പോൾ ഈശോ പറഞ്ഞില്ല, ഉണ്ടെങ്കിൽ ഉണ്ട്, അതെ അതെ എന്നോ അല്ലെങ്കിൽ അല്ല അല്ല എന്നോ ആണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. പ്രാർത്ഥനയ്ക്ക് പ്രത്യേകിച്ച് മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് കാലം വിശ്വാസി, കുറച്ച് കാലം പ്രാർത്ഥന. ഇപ്പം മനസ്സിലായില്ലേ? അതായത് ഈ 5:33 വചനം ഇപ്പോൾ ഈശോ തെളിയണത്. 5:33 മത്തായി 5-ാം അധ്യായം 33-ാം വാക്യം. നിങ്ങളുടെ ഉത്തരം ഒന്നെങ്കിൽ ഉണ്ട് അതെ അതെ എന്നോ അല്ലെങ്കിൽ അല്ല അല്ല എന്നോ ആയിക്കൊള്ളണം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല. നിങ്ങളെപ്പോഴും ചിന്തിക്കണത് ഇന്ന് പ്രാർത്ഥിച്ചു, നാളെ പ്രാർത്ഥിച്ചു, മറ്റൊന്ന് ഇത്രയും പ്രാർത്ഥിച്ചതല്ലേ, അല്ലെങ്കിൽ മറ്റൊന്ന് പിന്നെ ഒരു ദിവസം ലീവ് എടുത്തു, അന്ന് പിന്നെ അളിയൻ വന്നു കുപ്പി പൊട്ടിച്ചു, അന്ന് പ്രാർത്ഥന നടന്നില്ല, പിറ്റേ ദിവസം പ്രാർത്ഥിച്ചു. എന്താ പ്രോബ്ലം വരാൻ പോണത്? ഇത് മൊത്തം ക്യാൻസലായി പോകും. നിങ്ങൾ കളിക്കണത് ദൈവത്തോടാണ്, പൊട്ടങ്ങളിലാണ് കളിക്കണത്. അതായത് ഈശോ പറയണത്, അതായത് പ്രസൻറ്റ് ഓർ ആബ്സെൻറ്റ്, ഇതിൻ്റെ ഇടയ്ക്ക് ലീവില്ല. അതായത് നിങ്ങൾ അതായത് ഒരിക്കൽ ഇപ്പോൾ കുറച്ച് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു, പിന്നെ കുടുംബത്തിൽ എന്തെങ്കിലും ആശുപത്രി കേസ് വന്നു, ഇങ്ങനെ ആശുപത്രി കൊണ്ടുപോയി, പ്രാർത്ഥന മുടങ്ങി. നിങ്ങൾക്കറിയാമല്ലോ, പ്രാർത്ഥനയ്ക്ക് പകരം ഇപ്പം അപ്പന് ആശുപത്രി പോയാലും ശരി, നമ്മളെ കുടുംബ പ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥനയായാലും ശരി, ആ കട്ടിൻ്റെ അരികിൽ ഇരുന്ന് നമ്മൾ ആ സമയത്ത് പ്രാർത്ഥിച്ചിരിക്കും. മനസ്സിലായി? ഇന്നിപ്പോൾ കർത്താവിനറിയാം. നിങ്ങൾ പറയുന്നത് എന്താണ്? കർത്താവിനറിയാം അപ്പൻ ആശുപത്രിയിലാണല്ലേ, കൊച്ചിന് പനിയല്ലേ, കർത്താവിനറിയാം. ഇങ്ങനെ കർത്താവിനെ അറിയിക്കരുത്. കർത്താവിന് ഒരു കാര്യം അറിയാൻ പാടുള്ളൂ, ഒന്നെങ്കിൽ അതെ അതെ എന്നോ അല്ലെങ്കിൽ അല്ല അല്ല എന്നോ. അപ്പം നിങ്ങൾ കൊച്ചിന് പനിയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ചില പറയും വർക്ക് ഈസ് പ്രയർ, അധ്വാനമാണ് ആരാധന. ഒരിക്കലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് സായിപ്പന്മാർ 18-ാം നൂറ്റാണ്ടിൽ സെർഫ്സിനെ കൊണ്ട്, അടിമകളെ കൊണ്ട് ജോലി എടുപ്പിക്കാൻ വേണ്ടി അവർ മുതലാളിത്തവും ആൾക്കാരെ ലാഭക്കൊതിയന്മാരുണ്ടാക്കിയ പരിപാടിയാണ്. എന്താണ്? അധ്വാനമാണ് ആരാധന. ഇപ്പം ഞായറാഴ്ച പള്ളിയിൽ പോകേണ്ട ആവശ്യമില്ല, അധ്വാനിച്ചാൽ മതി. ചില പറയും ഞാൻ വീട്ടിൽ എനിക്ക് കിടപ്പ് രോഗിയുണ്ട്, ഞാൻ രോഗിയെ നോക്കുന്നുണ്ട്. കുർബാന ഒരിക്കലും രോഗിയെ നോക്കണമായിട്ട് ബന്ധമില്ല. അത് വേറെ വീട്ടിലെ കുർബാനയാണ്, വീട്ടിലെ കുർബാന. അത് ഒരു കാരണം വെച്ചാലും നീ ഒരു സൽപ്രവർത്തനം എടുത്തിട്ട് ആരാധനക്രമത്തെ അട്ടിമറിക്കരുത്. അത് ആബ്സെൻ്റായിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് നിൻ്റെ ഒരു സ്വഭാവമാണ്. എന്തെങ്കിലും ഒരു തരികിട പരിപാടി ചെന്ന് മനസ്സിലിട്ട് കർത്താവിൻ്റെ കാര്യം ഒഴിവാക്കാൻ പറയും. അടുക്കള കാര്യം കൊണ്ട് പോലും കർത്താവിൻ്റെ കാര്യം ഒഴിവാക്കാൻ കർത്താവ് മാർത്തായി അനുവദിച്ചില്ലല്ലോ, ഇല്ലല്ലേ? നീ അവൾ ചെയ്യണ കാര്യം പ്രധാനപ്പെട്ട കാര്യമായിട്ട് പോലും വചനം കേൾക്കുക, കർത്താവിൻ്റെ കൂടെ ഇരിക്കുക എന്നുള്ളതിനെ ഒഴിവാക്കാൻ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് അടുക്കളയുടെ ജോലി കർത്താവ് അനുവദിച്ചില്ല. മാർത്ത പല കാര്യങ്ങളെക്കുറിച്ചാണ് നീ ഉത്കണ്ഠാകുലിയായിരിക്കണം. സാങ്കത്യമായ ഒന്ന് മാത്രമേ ഉള്ളൂ, അത് അവളെ തിരഞ്ഞെടുത്തിരിക്കുമെന്ന് പറയലേ. അപ്പോൾ ഒരു കാരണവശാലും പ്രാർത്ഥനയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് വെക്കരുത്. പ്രത്യേകിച്ച് സൽപ്രവൃത്തികൾ കൊണ്ടാണ് പിശാച് നമ്മളെ പറ്റിക്കുന്നത്, മോശം പ്രവൃത്തി കൊണ്ടല്ല. സൽപ്രവൃത്തിയും കൊണ്ടേ വരത്തുള്ളൂ. പിശാച് എപ്പോഴും നല്ല കാര്യമല്ലേ പറയത്തുള്ളൂ, മോശകാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടോ ഇന്ന് വരെ? കർത്താവിനോട് എന്താ പറഞ്ഞത്? നീ എന്തിനാണ് ഇങ്ങനെ വിശന്ന് മരിക്കണത്? നീ ദൈവപുത്രനല്ലേ, നല്ല മിടുക്കനല്ലേ, ഇങ്ങനെ ഈ വെള്ളവും കുടിക്കാതെ ഭക്ഷണവും കഴിക്കാതെ പട്ടിണി കിടന്ന് മരുഭൂമി കിടന്ന് ചത്ത് നിൻ്റെ ലക്ഷണങ്ങളൊക്കെ കോലം കെട്ട് കഴിഞ്ഞാൽ ആർക്കാ നഷ്ടം? എനിക്ക്. അപ്പം കർത്താവ് നോക്കുമ്പോൾ പിശാചിന് വരെ സങ്കടം കർത്താവിൻ്റെ സൗന്ദര്യത്തിൽ. കർത്താവ് പറഞ്ഞ് വേല മനസ്സിരിക്കട്ടെന്ന് പറഞ്ഞു. നീ സൽപ്രവൃത്തി കാണിച്ച ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി അവാതുര തുടങ്ങിയതാണ്. പരിശുദ്ധാത്മാവ് പറയും ഇത് പണി വേറെയാണെന്ന് പറയും. അപ്പം സൽപ്രവൃത്തികൾ കൊണ്ടുപോലും നിങ്ങൾ പറയും എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്,
എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കണമല്ല എൻ്റെ ജോലി. എനിക്ക് ഭർത്താവുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, അവൾ ആശുപത്രിയിലാണ്. അതല്ലേ ഏറ്റവും വലിയ കുർബാന. ഇങ്ങനെ കുറേ ആധ്യാത്മികമായ കള്ളത്തരങ്ങൾ പറഞ്ഞ് പിശാച് നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അവസാനം പറയേണ്ടത്. ലീവ് ഓർ ആബ്സെൻറ്റ്, അതായത് പ്രസൻറ്റ് ഓർ ആബ്സെൻറ്റ്, ദർ ഇസ് നോ ലീവ് എന്നാണ് ഇപ്പോൾ ഈശോ പറയണത്. എന്താണ്? ഒന്നെങ്കിൽ നീ ഉണ്ട് കർത്താവിൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ ഇല്ല. കാലാവസ്ഥ നിരീക്ഷണം പോലെ മാറി മാറി വരണ ഒരു പരിപാടി ഇല്ലെന്നാണ്. പ്രാർത്ഥനയുടെ ഒപ്പം എൻ്റെ മക്കൾ ഒപ്പം ഒന്നുമില്ല. അതിന് പ്രാർത്ഥികർത്താവായ ദൈവമേ, പ്രാർത്ഥനയ്ക്ക് ഭംഗം വരാതെ തീക്ഷ്ണമായി മുട്ടിപ്പായി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എന്താ കാര്യം എന്നറിയാവോ? എന്താ കാര്യം? നമ്മളുടെ ഈ കഴിവ് കൊണ്ട് പല കാര്യങ്ങളും നടക്കത്തില്ലെന്ന് ദൈവത്തിനറിയാം, നമുക്കും അറിയാം, ഇല്ലേ? പിന്നെ എന്താണ് ഇത് പിന്നെ ആരായി നടത്തി തരേണ്ടത്? ദൈവം തന്നെയാണ്, അല്ലേ? അപ്പോൾ ദൈവം തന്നെ നടത്തി തരേണ്ടത് വിഷയമായതുകൊണ്ടാണ് നമ്മൾ അതുകൊണ്ട് കാര്യം കാണാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ദൈവ തിരുസന്നിധിയിൽ നിന്ന് ഒരു വ്യഭിചാരവും കൊലപാതകവും നടത്തിയ മനുഷ്യൻ കണ്ണീരോടെ ഒന്നേ പ്രാർത്ഥിച്ചുള്ളൂ. അപ്പോൾ ആ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിപ്പോയി, വിവരക്കേട് കൊണ്ടാണ്, എൻ്റെ തോന്നിയവാസം കൊണ്ട് ഞാൻ സമ്മതിച്ചു. എന്നെ തല്ലിക്കൊന്നാലും ശരി, എൻ്റെ ജഡമായാലും ശരി, നിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടാകണമെന്ന് പറഞ്ഞു. അതാരാ പറഞ്ഞത്? ദാവീദ്. അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് എന്ന് കൈയിടിച്ച് കർത്താവ്. പ്രാർത്ഥന തിരുസന്നിധിയിൽ നിൽക്കാനുള്ള ദൈവത്തിൻ്റെ വിളിയാണ്. പ്രാർത്ഥന ദൈവ തിരുസന്നിധി നിൽക്കാനുള്ള നിൻ്റെ ദൈവത്തിൻ്റെ വിളിയാണ്. അത് ചിലപ്പോൾ നിൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനമായിരിക്കും, ഭർത്താവിൻ്റെ മദ്യപാനമായിരിക്കും. അപ്പം നീ പറയണം, എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള ദൈവത്തിൻ്റെ വിളിയാണ് എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം എന്ന് പറഞ്ഞ് കുടിച്ചോ എന്നല്ല പറയേണ്ടത്. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്തെങ്കിലും സകല സാഹചര്യം ഉണ്ടെങ്കിൽ അത് നെഗറ്റീവായിട്ട് എടുക്കരുത്. നിൻ്റെ ദൈവ തിരുസന്നിധിയിൽ നിൽക്കാൻ വേണ്ടിയുള്ള കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വിളിയാണ് നിൻ്റെ സകലത്തിൻ്റെ സമ്മർദ്ദം. കൈ അടിച്ച് കർത്താവ് എഴുന്നേൽക്കുക. എഴുന്നേൽക്കുക സഹോദരങ്ങളെ. രോഗികളെല്ലാം അച്ഛൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അതിൽ ഒത്തിരി പേരെ ഈശോ സുഖപ്പെടുത്തിയതിൽ കുറച്ച് പേരുടെ ദർശനങ്ങൾ കർത്താവ് നൽകി. കുറച്ച് പേരെയായിട്ട് ഒരിക്കലും കർത്താവ് സുഖപ്പെടുത്തില്ലെന്ന് നിങ്ങൾക്കറിയാം. കാര്യം അമ്മ പ്രത്യക്ഷപ്പെട്ട ജീവിക്കണ ദൈവസന്നിധാനത്തിൽ നിങ്ങളെ വിളിച്ചിരിക്കണതാണ് ദൈവം, അല്ല നിങ്ങൾ വന്നതാണെന്ന് ധരിക്കരുത്. സാക്ഷ്യങ്ങളുടെ രീതികൾ കേൾക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലും ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യാനിരിക്കണം. അതിന് പറ്റുന്ന രീതിയിൽ പ്രാർത്ഥന പരുവപ്പെടാൻ വേണ്ടി കർത്താവ് സന്ദേശം നൽകി, നമ്മൾ അത് കേട്ടുപോകുന്നു. അതനുസരിച്ച് മക്കൾ വചനത്തോടും കർത്താവിനോടും തീക്ഷ്ണതയുള്ളവരായിരുന്നാൽ ബാക്കി കാര്യം ദൈവം ചെയ്തു തരും. നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ അനേകം മക്കളുടെ മുമ്പിൽ വന്ന് നിന്നെ സാക്ഷ്യപ്പെടുത്തി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് നേർച്ച വസ്തുക്കളെടുക്കുക. സന്തോഷത്തോടെ നേർച്ച വസ്തുക്കളെടുക്കുക. അപ്പം മാതാവ് അത് ആശീർവദിക്കാൻ വേണ്ടി ഈശോയോട് പറയണ സമയമാണ്. നമ്മളിപ്പോഴും കുറച്ച് ജോലിയില്ലാത്തവർ, സാമ്പത്തികമായ കടമുള്ളവർ, ജപ്തി നടപടിയുള്ളവർ, ബാങ്ക് നടപടിയുള്ളവർ, മക്കൾ പഠിക്കാൻ പോയിട്ട് അവർക്ക് ഫീസ് കൊടുക്കാൻ പറ്റാത്തവർ, പഠിക്കുന്ന മക്കൾക്ക് തന്നെ അവർ പഠിച്ചിട്ട് കയറാതെ തലപ്പോച്ചിലും ഒക്കെ ആയിട്ട് പഠനത്തിൽ താൻ തകർന്നു പോകുമെന്ന് ഓർത്ത് നിരാശപ്പെടുന്ന മക്കൾ, ടെസ്റ്റ് ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നവർ, നൈപുണ്യ പരീക്ഷ, യോഗ്യത പരീക്ഷ ഒക്കെയെല്ലാം പങ്കെടുക്കാൻ പോകുന്നവർ, റീവാലുവേഷൻ കൊടുക്കാൻ ആലോചിക്കുന്നവർ, അതുപോലെ തന്നെ പരീക്ഷ എഴുതി കഴിഞ്ഞവർ, റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിക്കുന്നവർ, ആ മക്കളെല്ലാം, പിന്നെ ജീവിത മാർഗ്ഗങ്ങൾ മുട്ടിപ്പോയവർ, വരുമാന മാർഗ്ഗമില്ലാത്തവർ, ചെയ്ത വരുമാന മാർഗ്ഗങ്ങളിൽ വരുമാനം കിട്ടാത്തവർ,
കടം വീണ് പോയവർ, പൈസ കൊടുത്തിട്ട് അത് അന്യൻ്റെ കൈ അകപ്പെട്ടിട്ട് ജീവിതത്തിന് മാർഗമില്ലാതെ വേദനിക്കുന്നവർ, അങ്ങനെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് വിടുതൽ നൽകുന്ന സമയമാണ്. അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ മക്കളെ സ്പർശിക്കണേ, ഞങ്ങളുടെ മക്കളെ സ്പർശിക്കണമേ കർത്താവ്, ഞങ്ങളുടെ മക്കളെ സ്പർശിക്കണേ കർത്താവ്. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ എല്ലാ ഭൗതിക ദോഷങ്ങളും ജീവിത ദുരിതങ്ങളും തടസ്സങ്ങളും യേശു നാമത്തില് മാറിപ്പോട്. നേർച്ച ബസ്സുകൾ എടുക്കുക. പത്രമെല്ലാം ആശീർവദിക്കാൻ പോവുകയാണ്. പത്രം വാങ്ങിക്കാത്തവരെ കൗണ്ടറിലിരിക്കുന്ന പത്രവും പലകുറി ആശീർവദിച്ച് വെച്ചിരിക്കുകയാണ്. കൃപാസനത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടുന്ന ജോലിയാണ് പ്രേക്ഷിത പ്രവർത്തനം. നിങ്ങൾ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ അവർ നിങ്ങളോട് പറഞ്ഞു കാണും. സാക്ഷ്യക്കാർ പറഞ്ഞില്ലേ, ഒരു പത്രം കിട്ടിയാണ് ഞാൻ കർത്താവിൻ്റെ ആലയത്തിൽ വന്നതെന്ന്. അപ്പോൾ ഒരു പത്രം ഒരു ആത്മാവാണെന്ന് ഓർക്കണം. ഒരു ആത്മാവിനെ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്തിൻ്റെ വിലയിൽ വീണ്ടെടുക്കാനുള്ള ആത്മാവിനെ നിന്നെ ഏൽപ്പിച്ചിരിക്കണം കർത്താവ്. പത്രം കണ്ടാൽ ആരായാലും ഈശോൻ്റെ അടുത്ത് വരും. കാര്യം 400-500 മിറക്കിൾസാണ് ഒരു മാസം നടക്കുന്നത്. അതിൽ 4-1 മാത്രമേ നമ്മൾ പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്നുള്ളൂ. പത്രം തിന്നു, പത്രം കുടിച്ചു, പത്രം കെട്ടിവെച്ച്, ഇതൊന്നും ഈ അനുഭവങ്ങൾക്കൊന്നും കൃപാസനമായിട്ട് ഒരു ബന്ധവുമില്ല. ഞങ്ങൾ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. പത്രം വായിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഓരോരുത്തർക്ക് ആന്തരികമായി ദൈവം പ്രേരണ നൽകുമ്പോൾ അവന് ആവതുള്ള പ്രാർത്ഥനാ പദ്ധതികൾ അവൻ ചെയ്യുന്നതാണ്. അത് അവൻ്റെ അനുഭവം പറയാനുള്ള അവസരം കൊടുക്കും. പക്ഷേ ഔദ്യോഗികമായിട്ട് കൃപാസനത്തിൻ്റെ അനുവാദമില്ല. നിങ്ങൾ പോയി ഇനി ഇവിടെ പ്രാർത്ഥന കേട്ടിട്ട് നിങ്ങൾ പോയി പത്രമൊക്കെ കടിച്ചു തന്നുകൊണ്ടിരിക്കരുത്. എല്ലാവരും കൂടി പല പ്രാർത്ഥന കേട്ടില്ലേ, പല തരത്തിലുള്ള സാക്ഷ്യങ്ങൾ കേട്ടില്ലേ, അതൊക്കെ അവരവർക്ക് ആന്തരികമായിട്ട് അപ്പോൾ പരിശുദ്ധാത്മാവ് തോന്നിക്കുന്നത് കൊണ്ട് അവർ ചെയ്യുന്നു, അവർക്ക് അനുഭവം ഉണ്ടാകുന്നു. അതൊരു മോഡലല്ല, എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയുള്ള മോഡലായിട്ട് കൃപാസനം പ്രപ്പോസ് ചെയ്യത്തില്ല. കൃപാസനം പ്രപ്പോസ് ചെയ്യുന്നത് പത്രം വായിക്കുക, ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി അത് മറ്റുള്ള വ്യക്തികളിൽ എത്തിച്ചിട്ട് അവർ കർത്താവിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി, അങ്ങനെയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ മേൽ അമ്മയുടെ കൈവെപ്പുണ്ടാകും. അതാണ് അടയാളം കാണുന്നത്. അമ്മയുടെ കൈവെപ്പുണ്ടാകും. പക്ഷേ ഞങ്ങൾക്കത് സഭയുടെ അനുവാദം ഇല്ലാതെ ഞങ്ങൾക്കത് അത് സ്ഥിരീകരണം നടത്തിയിട്ട് അതൊരു പൊതു തത്വമായിട്ട് പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ പറയണത് കാശുരൂപം ബൈബിളിലുള്ളതാണത്. മെഴുകുതിരി ദീപം ബൈബിളിലുള്ളതാണ്. ഉപ്പ് ബൈബിളിലുള്ളതാണ്. ഉടമ്പടി തൈലം ബൈബിളിലുള്ളതാണ്. ബൈബിളിലില്ലാത്ത ഒരു കാര്യവും സഭയുടെ പാരമ്പര്യത്തിൽപ്പെടാത്ത കാര്യങ്ങളൊന്നും ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയോ വേറെ ആവശ്യമില്ലാത്ത പഠനങ്ങൾ കൊടുക്കുകയോ ഒന്നും ചെയ്യത്തില്ല. സഭ എന്ത് പറയുന്നു അതേ പറയത്തുള്ളൂ. അപ്പം അതുകൊണ്ട് എൻ്റെ മക്കൾ നേർച്ച വസ്തുക്കളെല്ലാം ആശീർവദിക്കാൻ പോവുകയാണ്. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇതാണ്, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര വലിയ ഉന്നതനായ ഓഫീസറായാലും നിങ്ങളുടെ പിയൂണിനെ കൊണ്ട് പത്രം കൊടുപ്പിക്കരുത്. നിങ്ങൾ തന്നെ കൊടുക്കണം. കാര്യം നിങ്ങളാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ദൈവതിരുസന്നിധിയിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദൈവവുമായിട്ട് ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് ഈശോനെ അറിയാത്തവരെ നമ്മൾ അറിയിക്കുന്നത്, അറിഞ്ഞവരെ ആഴപ്പെടുത്തുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്തിൻ്റെ പ്രതികാര നടപടിയാണ് പ്രേക്ഷിത പ്രവർത്തനം. ഇത് പ്രേക്ഷിത പ്രവർത്തനം പ്രതികാര നടപടിയാണ്. ആരോടുള്ള? സാത്താനോടുള്ള പ്രതികാര നടപടിയാണ്. ആത്മാക്കളെ അടിമപ്പെടുത്തി സാത്താനെതിരെ കർത്താവിന് നാം വിളിച്ച് അപേക്ഷിച്ച് രക്ഷ പ്രാപിക്കാൻ വേണ്ടിയുള്ള സഭയുടെ പ്രതികാര നടപടിയാണ് പ്രേക്ഷിത പ്രവർത്തനം. മിഷൻ. അതുകൊണ്ടാണ് അഭിമാനത്തോടെ മിഷൻ ചെയ്യണത്. എത്രയോ മനുഷ്യരാണ് മിഷൻ ചെയ്യുക. അപ്പോൾ അത് കൊണ്ട് പള്ളി കൊണ്ട് ഇട്ടച്ച് ഓടിക്കളയുക, അങ്ങനെയുള്ള തരികിട പരിപാടി ഒന്നും കാണിക്കരുത്. തന്നെ അച്ഛനെ കാണാൻ വേണ്ടി ഉടമ്പടി ചെയ്യുന്നവരുണ്ട്. അപ്പം തന്നെ ഉടമ്പടി കുളമാകും. അച്ഛനെ കാണുന്ന ഉടമ്പടിയുമായിട്ട് ഒരു ബന്ധവുമില്ല. ഉടമ്പടി ചെയ്ത് വിശുദ്ധ പ്രാർത്ഥന ഞാൻ കാണത്തുള്ളൂ, പക്ഷേ എന്നെ കാണാൻ വേണ്ടി ഉടമ്പടി ചെയ്യേണ്ടതിന് ലക്ഷ്യമില്ല. ഉടമ്പടി നിങ്ങളും അമ്മയും തമ്മിലുള്ള വിഷയമാണ്. ഉടമ്പടി അച്ചുട്ട പ്രാർത്ഥനയാണ്. അത് ബൈബിളിലുള്ള ഒരു പക്ഷേ ഒരേ ഒരു പ്രാർത്ഥനയാണ്. കാര്യം എബ്രാഹത്തിൻ്റെ കാലം മുതൽ
ഈശോൻ്റെ കാലം വരെ ദൈവം ഒരു പ്രാർത്ഥന ചെയ്തിട്ടുള്ളൂ, ഉടമ്പടിയാണ്. കർത്താവ് വന്നപ്പോഴും ഉടമ്പടി തന്നെ പറഞ്ഞത്, പിന്നെ പുതുക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഉടമ്പടി എന്നുള്ള വാക്ക് വിടത്തില്ല ഒരിക്കലും ദൈവം. അപ്പം അതുകൊണ്ട് അതിനകത്ത് വിശ്വസ്തതയാണ് വേണ്ടത്. ദൈവം വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ്. അതുകൊണ്ട് നമ്മൾ ഉടമ്പടിയോട് വിശ്വസ്തതയുള്ളവരായിരിക്കണം. അതുകൊണ്ട് വീണ്ടും വീണ്ടും പഠിക്കണം ഉടമ്പടി എന്താണെന്ന്. പുതിയ പുതിയ കാര്യങ്ങൾ അമ്മ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യണം, അച്ഛൻ ഇന്ന് എന്താണ് പറഞ്ഞിരിക്കണം. അതൊന്ന് ഓരോ പ്രാർത്ഥനയ്ക്കും വിഷയം മാറത്തില്ലേ. ഒരിക്കൽ പറഞ്ഞ വിഷയം ഒരിക്കൽ പിന്നെ പറയത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അത് അവസാന വിഷയമാണെങ്കിൽ അമ്മ തന്നിരിക്കും എനിക്ക്. ഞാൻ ഒരു പുസ്തകം വായിക്കത്തുമില്ല. കാര്യം പുസ്തകം വായിച്ച് പറയണതല്ല ഇത് ദൈവം തന്ന നമുക്ക് തരാം. അല്ലെങ്കിൽ കട്ടയുമ്പോഴും ഉടനെ മടക്കും. കർത്താവ് സംസാരിച്ചില്ലെങ്കിൽ നമുക്ക് പിന്നെ സംസാരിക്കേണ്ട കാര്യമില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്ക് ഇന്ന് തന്നെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക മാത്രമല്ല, അപ്പം തന്നെ മക്കൾ ഷെയർ ചെയ്യണം. കാര്യം അത്ര ശക്തമായ രീതിയിലാണ് തിന്മ പ്രവർത്തിക്കുന്നത്. അപ്പം തിന്മ പ്രവർത്തിക്കുമ്പോൾ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിരീശ്വരവാദികളും അതുപോലെ സഭാവിരുദ്ധന്മാരും പൈശാചിക വെറുപ്പോടുകൂടി സഭയെ ഉപദ്രവിക്കാൻ നോക്കുന്നുണ്ട്. ആ സമയത്ത് സഭയിൽ നടക്കുന്ന മഹാത്ഭുതങ്ങൾ നിങ്ങൾ അപ്പം തന്നെ ഷെയർ ചെയ്ത് വേണം. അല്ല, നിങ്ങൾ അവരുമായിട്ട് ഇടിവെക്കാനല്ല. ദൈവം ജീവിക്കുന്ന വലിയ വിശ്വാസ കൂടാരമാണിത്. അത് കത്തോലിക്കർ മാത്രമല്ല, അനേകം എല്ലാ മനുഷ്യൻ്റെ മക്കൾക്കും ഉള്ളതാണ്. അതുകൊണ്ടല്ലേ മുസ്ലിം സഹോദരങ്ങൾ പോലും അതിനോട് സാക്ഷ്യം പറയണത്. 5 ലക്ഷം പേരല്ലേ അവിടെ സാക്ഷ്യം കണ്ടത്. അപ്പം എല്ലാ ജനതകൾക്കും വേണ്ടിയുള്ളതാണ് സഭ. അപ്പം സഭയിൽ ദൈവം ജീവിച്ച അടയാളം കാണിക്കുമ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്കിനകത്ത് വരുമ്പോൾ ടക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം എന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇത് കണ്ട് അനേകം മക്കൾ വിശ്വാസത്തിലേക്ക് വരും. കാര്യം ജീവിക്കുന്ന ദൈവത്തിൻ്റെ അടയാളം കണ്ടു കഴിഞ്ഞാൽ ആർക്കും പ്രതിരോധിക്കാൻ പറ്റത്തില്ല. പ്രതിരോധിക്കാൻ പറ്റാത്ത അടയാളങ്ങളാണ് ഈശോ ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും മസ്റ്റ് ഫേസ്ബുക്ക് മസ്റ്റായിട്ട് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് തന്നെ ചെയ്യണം. ഇന്ന് തന്നെ ചെയ്യണമെന്നുള്ള മാർഗ്ഗങ്ങളെല്ലാം പത്രത്തിൽ തന്നെ ഉണ്ട്. അതിൻ്റെ മാർഗ്ഗം നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുകയും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുകയും നിങ്ങൾക്ക് ഇപ്പം ഇന്ന് നിങ്ങൾ വന്നു, ഇനി നിങ്ങൾ എന്താ പറയേണ്ടത്? ഡിസംബർ 27-ാം തീയതി. അപ്പോൾ അത് നമ്മുടെ ഡിസംബർ ഞങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാമായിരുന്നു. കാര്യം ഒത്തിരി പേർക്ക് സങ്കടമുള്ളതുകൊണ്ടാണ് മാറ്റി വെച്ചത്. ക്രിസ്മസുമായിട്ട് വീട്ടിൽ നിന്ന് പോരാൻ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പം അമ്മ പോകണമെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് വിഷമം വരും അല്ലേ. അമ്മച്ചി പോകണം, ഇന്നത്തമായിട്ട് പോകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിന്ന് പോകും. കാരണം ക്രിസ്മസ് ഒരു വികാരമാണ്. അപ്പം അതുകൊണ്ട് ക്രിസ്മസിനാണ് അടുത്ത പ്രാർത്ഥന ഉള്ളതുകൊണ്ട് നമ്മൾ മാറ്റിയിട്ട് ബുധൻ കഴിഞ്ഞിട്ട് വ്യാഴാഴ്ച വെച്ചിരിക്കും. അപ്പം മറന്നു പോകുക. ഇന്ന് തന്നെ കുറിച്ചേക്കണം. ഡിസംബർ 27-നാണ് നമ്മുടെ 4-ാം ചൊവ്വാഴ്ച. അതുവരെയുള്ള എല്ലാ പ്രാർത്ഥനയും മക്കൾ എവിടെ കൂടണം? ഫേസ്ബുക്കിൽ കൂടണം, അല്ലെങ്കിൽ യൂട്യൂബിൽ കൂടണം. നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യണം. അത് കർത്താവിൻ്റെ വചനം പ്രചരിക്കട്ടെ. കാര്യം പുതിയ പുതിയ വചനങ്ങളും വചനത്തിന് ഉൾക്കാഴ്ചയും ജീവിത ബന്ധിയായിട്ട് ഈശോ ഇപ്പോഴാണ് ഞാൻ ഈ താറാവിൻ്റെ കാര്യം ഈശോ പറഞ്ഞത്. എനിക്കറിയത്തില്ല, എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. പക്ഷേ ഓർപ്പിച്ച് തരണമല്ല പരിശുദ്ധാത്മാവ്. മനസ്സിൽ തന്നെ പല കാര്യങ്ങളുണ്ടാകും, പക്ഷെ ഓർപ്പിക്കുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രധാന നടപടി. പക്ഷെ അത് ആൾക്കാർ മറക്കത്തില്ല. എങ്ങനെ ഒരു ദൈവികമായ കാര്യമായിട്ട് മാനുഷ്യ കാര്യങ്ങളെ മാറ്റാമെന്ന് കണ്ടുപിടിച്ചാൽ അത് കർത്താവ് ഇഷ്ടമാകണമെന്നെങ്കിൽ വാക്ക് ചേർത്താൽ മതി. അപ്പം തന്നെ സാധനം ദൈവികമായി മാറി, പിന്നെ പെട്ടെന്ന് നടക്കും. അപ്പം അത് അങ്ങനെയുള്ള സൂത്രങ്ങൾ, ആധ്യാത്മിക ദൈവിക നിഗൂഢ സത്യങ്ങൾ, അതാണ് സൂത്രം എന്ന് പറയണത്. നിഗൂഢ സത്യങ്ങൾ വെളിപ്പെടുന്ന സ്ഥലമാണ് പ്രഭാഷണം. ഈശോയുടെ പുറകിൽ നിൽക്കുമ്പോൾ. അപ്പം അത് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യണം. ഒരുപക്ഷെ നിങ്ങൾക്ക് 1000-ഓ 100-ഓ ഫ്രണ്ട്സ് ഉണ്ടാകും. 3/4 പേരും പാപത്തിൽ ജീവിക്കുന്നവരായിരിക്കാം. നിങ്ങൾ ഈ സാധനം നിങ്ങൾക്ക് കിട്ടുന്ന സാക്ഷ്യം കൃപാസനത്തിൽ നിന്ന് എന്ത് സാക്ഷ്യമാണ് ഇടണമെന്ന് നിങ്ങൾ നോക്കണം. അതപ്പം തന്നെ ഷെയർ ചെയ്യണം. എന്നിട്ട് അതപ്പം ഇതിന് കർത്താവേ ഇത് കണ്ട് അനേകം മക്കൾ വിശ്വസിക്കാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം. കാര്യം ഇത് സുവിശേഷ പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. സുവിശേഷ പോരാട്ടം. ഇപ്പോൾ ഇത് അതുപോലെ തന്നെ ഷാരോൺ TV-യിലും ഇപ്പോൾ ഈശോ അത്ഭുതം തുടങ്ങിയിട്ടുണ്ട്. 2-3 പേര് സാക്ഷ്യം പറഞ്ഞില്ലേ. അതായത് ഷാരോൺ TV നമ്മുടെ പ്രോഗ്രാം എപ്പോഴാണ്? എല്ലാ തിങ്കളാഴ്ചയും 1:30 മണിക്ക്, പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും 8:30 മണിക്ക്. മറന്നു പോകരുത്. ഇപ്പോഴേ ഈ ഡിസംബർ 24-ാം തീയതി ക്രിസ്മസ് പ്രോഗ്രാമുണ്ട്, സ്പെഷ്യൽ പ്രോഗ്രാമാണ്. അത് 1:30 മണിക്ക് തന്നെയാണ്. തിങ്കളാഴ്ച 1:30 മണിക്കാണ് വച്ചിരിക്കുന്നത്. അപ്പം അത് നിങ്ങൾ കാണുകയും അത് പ്രാർത്ഥനാപൂർവ്വം കാണണം. ജീവിക്കണ കർത്താവിന് ദിവ്യകാരുണ്യം അതേപടി കൊണ്ടുപോയി സ്റ്റുഡിയോയിൽ വെച്ചാണ് ആരാധന നടത്തിയിട്ടാണ്. നമ്മളാ നടത്തുന്നതെല്ലാം പ്രോഗ്രാമല്ല, ശുശ്രൂഷയാണ്.
പ്രോഗ്രാമല്ലത്, അത് ശുശ്രൂഷയാണ്. ഞങ്ങളെല്ലാം പ്രാർത്ഥിച്ച് ഒരുങ്ങി കാര്യം 1 ലക്ഷമോ 2 ലക്ഷമോ ആൾക്കാരോടല്ലേ നമ്മൾ സുവിശേഷ വേല ചെയ്യണത് ഷാലൂമിലാകുമ്പോൾ. അപ്പം അതുകൊണ്ട് അതും മറ്റുള്ളവരോട് വിളിച്ച് പറഞ്ഞ് സുവിശേഷ വേലയ്ക്ക് 1-ാം സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യം ചെയ്താൽ നിങ്ങൾ ഉടനെ ദൈവം നിങ്ങളുടെ കാര്യം ചെയ്യും, ഒരു സംശയവുമില്ല. കാര്യം നമ്മുടെ ആധാരം നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്താണ് നമ്മുടെ ആധാരം? ഉടമ്പടിയാണ് ആധാരം. പ്രൈസ് ദി ലോർഡ്. നേരത്തെ വസ്തു ഉയർത്തി പിടിച്ച് വിശ്വാസ പ്രമാണം ചെയ്യിലേക്ക്. Lord Jesus Christ, pour out His Spirit, touch your fire finger, soak with the precious blood, I cast disease and root cause from you. By God the Father Almighty, made heaven and earth this the contain. Let the devil's power, devil's regions, Satan's attacks and machinations be dispelled under of me. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ കർത്താവിൻ്റെ നിറച്ച വസ്തുക്കളെ ഈശോയുടെ നാമത്തെ ആശീർവദിക്കുന്നു.